രാജു ഇത്രയും ചെറിയൊരു പടം എടുക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. പക്ഷേ യൂണിറ്റ് ചെറുതായിരുന്നു. കാര്യം പ്രതി അങ്ങനെയാണ് ഷൂട്ട് ചെയ്തത്. 400 പേരൊക്കെ ഉണ്ടാവുള്ളൂ. 300-400 ആൾക്കാരായതുകൊണ്ട് ഇറ്റ്സ് എ സ്മോൾ യൂണിറ്റ് ആൻഡ് ഇറ്റ്സ് എ സ്മോൾ ഫിലിം. എപ്പോഴും എല്ലാവരും പറയുന്നുണ്ട് ഞാൻ ഫിലിം മേക്കിംഗ് പഠിച്ചിട്ടില്ല. ഞാൻ ആക്ച്വലി ഫിലിം മേക്കിംഗ് ഒരുപാട് പഠിച്ചിട്ടുണ്ട്. ലൂസിഫറിന്റെ യാത്ര എമ്പുരാനിലും വളരെ സന്തോഷത്തോടെ തുടരാൻ സാധിക്കട്ടെ. എന്തുകൊണ്ടാണ് എഴുതി വച്ചിരിക്കുന്നത്, ഏത് രാജ്യത്തോട്ടാ പോകുന്നത് എന്ന് ഞാൻ ചോദിക്കാറുണ്ട്. മമ്മൂക്ക ലോഞ്ച് ചെയ്യാണ് എമ്പുരാന്റെ ഗ്രാൻഡ് ടീസർ, ladies and gentlemen, for the very first time. മമ്മൂക്ക, നമസ്കാരം. രാജു ഇത്രയും ചെറിയൊരു പടം എടുക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. നമ്മൾ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ചെറിയ പടം ഇതാണ്. എല്ലാ വിജയങ്ങളും മലയാള സിനിമയുടെ വിജയമാവട്ടെ. നമുക്ക് എല്ലാവർക്കും അതിൽ ഭാഗമാകാൻ സാധിക്കട്ടെ. എല്ലാ ആശംസകളും നേരുന്നു. നമ്മൾ ചേർന്ന് വിജയിപ്പിക്കുക. നമസ്കാരം. ആന്റണിയുടെ ആശീർവാദമാണ് ഇപ്പോൾ പ്രത്യേക ആശീർവാദം ആഗ്രഹിക്കുന്നത്. പക്ഷേ ആശീർവാദിക്കാൻ മാത്രം എന്ത് അർഹതയാണ് എനിക്കുള്ളതെന്ന് അറിയില്ല. പക്ഷേ എല്ലാ ആശംസകളും സ്നേഹവും ആശീർവാദ് ഫിലിംസിനും ആന്റണിക്കും എൻ്റെ പ്രിയപ്പെട്ട ലാലിനും നേരുന്നു. പൃഥ്വിരാജിന് വിജയാശംസകൾ. ഇവിടെ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ലാൽ സാറിന് ശരിക്കും കാര്യങ്ങൾ പറയാനുണ്ട്. ഇല്ല, ചുമ്മാ ലൈറ്റായിട്ട് കാര്യം എനിക്കിപ്പോഴും ഓർമ്മ വരുന്ന ലൂസിഫർ ഒപ്പത്തിൻ്റെയൊക്കെ സമയത്ത് ഓരോ വിജയാഘോഷ സമയങ്ങളിലൊക്കെ കൂടെ ഉണ്ടാവാറുണ്ട് ഇവരെല്ലാവരും. അപ്പോൾ നിങ്ങളെല്ലാവരും ചേർന്ന് നിന്ന് എംപുരാനായിട്ട് കണക്ട് ഉള്ള എന്തെങ്കിലും മെമ്മറീസോ എന്തെങ്കിലും കാര്യം ഞങ്ങളായിട്ട് ഷെയർ ചെയ്യാനുണ്ടോ? ഇപ്പം സുശേഷിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്ന എനിത്തിങ് ലൈക്ക് ആസ് അബുറാൻ ഖുറൈഷി ഫ്രം സ്റ്റീഫൻ നെടുമ്പള്ളി? അങ്ങനെ ഒന്നും പറയില്ല. എനിക്ക് വരുന്നത് whatever, I mean, like I'm not prepared. Okay. So I'll just say what I feel like saying. Yeah. It might not even be related only to Empuran. Perfect. Is that okay? Everything is fine. Okay. Before I start saying anything about today's important function, Empuran, everything, വേറൊരു കാര്യം പറയാം. Many of you know that ഞാൻ ഇങ്ങനത്തെ ഫങ്ഷൻസിനൊന്നും വരാറില്ല. വന്നിട്ടുണ്ട്, ചില ഫങ്ഷൻസിൽ സംസാരിച്ചിട്ടുമുണ്ട്. ബട്ട് അതെന്താ വെച്ചാൽ ഞാൻ വരുന്ന മുമ്പ് ആൻ്റണിത്ത് ഐ കീപ് ടെലിങ് ഹിം, ആൻ്റണി ഞാൻ വരാം, പക്ഷെ സ്റ്റേജിൽ കയറില്ല, ഒന്നും സംസാരിക്കില്ല. ആൻ്റണി ഓക്കെ ശരി ചേച്ചി എന്നൊക്കെ പറയും. എന്നിട്ട് ഇവിടെ വരുമ്പോൾ ചേച്ചി ഒരു 4 വാക്ക് ഒന്നും മിണ്ടു പ്ലീസ്. ആൻഡ് ഇറ്റ്സ് സച്ച് എ ജോയസ് മൂമെൻറ്റ് ഫോർ എവ്രി വൺ ദാറ്റ് I find it hard to say no. And that's exactly what's happened today. Yes, 2-3 പ്രാവശ്യം ആയ സ്ഥിതിക്ക് I should have prepared and come. I could have and I should have, but it did not happen. So, in the 26th of January, it's a very important day for me. Actually, my heart is still pounding. My mind is racing. I'm just trying to figure out what I need to say. So, 26th of January, I think most of you all know my father was a film producer. And daddy, എല്ലാം 26th of January ഒരു സിനിമ റിലീസ് ചെയ്യുമായിരുന്നു. So, അന്ന് it was like happy day for all of us, celebration, not because he's released a film, but because it was my parents' wedding anniversary. So, അത് കഴിഞ്ഞ് many years passed, എൻ്റെ കല്യാണം കഴിഞ്ഞു, and then Ashirvad Cinemas came into being. And when they said that the first film, Narasimham, is going to be released on the 26th of January, exactly 25 years ago from today, that was a very happy moment for me. And for Ashirvad Cinemas to have come from such humble beginnings to being a powerhouse in the industry today, it's only because of, I would say, sheer dedication, passion, and effort of Antony Perumbavoor and everyone in the Ashirvad family. And I'm very happy to be sharing this moment with all of you. Now, coming to Empuran, we all know Prithvi's talent and Murli Gopi's brilliance is what gave us Lucifer. And now these two guys coming together again, I'm sure that
y'all are going to take us deeper into this gripping world of power, deceit, intrigue, and family. And എനിക്കിപ്പോൾ പറയുമ്പോൾ തന്നെ full goosebumps ആണ്. I'm just waiting to see the film on March 27th, right? Yeah, it also falls on the same day as my daughter's birthday, so I'm going to be a double whammy, I'm sure. And what else do I say? So, Ashirwad Cinemas, Anthony Perumbavoor, congratulations on your journey so far, and my prayers and best wishes for an even brighter future ahead. God bless. Thank you. താങ്ക് യു സോ മച്ച്. ഒന്നും പ്ലാൻഡ് അല്ല, ജസ്റ്റ് കാഷ്വലി ചോദിച്ചു. താങ്ക് യു സോ മച്ച്. താങ്ക് യു ലാൽ സാർ. ലാൽ സാറിലേക്ക് ഞങ്ങൾ വരും. താങ്ക് യു സോ മച്ച്. കൈൻഡ്ലി ജോയിൻ. A huge round of applause, ladies and gentlemen, for these wonderful people. They'll be talking to us very soon. ഒരു റിക്വസ്റ്റ് ഉണ്ട്, പ്രൈവറ്റ് ആയിട്ട് ആരും ഇത് ഡിജിറ്റൽ ക്യാമറാസിൽ ഫോട്ടോഗ്രാഫ്സ് ആണെങ്കിലും വീഡിയോഗ്രാഫ്സ് ആണെങ്കിലും എടുക്കരുത്. കോപ്പിറൈറ്റ് റിക്വയർമെന്റ്സ് ഉണ്ട്. So, we all are waiting for one particular person. നമ്മുടെ ഇന്ത്യൻ സിനിമയുടെ ഇതിഹാസം one and only Mammootty Sri Mammootty join ചെയ്യുകയാണ്. A round of applause, a huge round of applause, ladies and gentlemen. എപ്പോഴും എല്ലാവരും പറയുന്നുണ്ട് ഞാൻ ഫിലിം മേക്കിംഗ് പഠിച്ചിട്ടില്ല. ഞാൻ ആക്ച്വലി ഫിലിം മേക്കിംഗ് ഒരുപാട് പഠിച്ചിട്ടുണ്ട്. ഞാൻ ഈ ഇരിക്കുന്ന സംവിധായകരുടെ കൂടെ ഒക്കെ വർക്ക് ചെയ്യുമ്പോൾ ഞാൻ ഫിലിം മേക്കിംഗ് പഠിച്ചതാണ്. ദേ ആർ ദ ബെസ്റ്റ് യൂണിവേഴ്സിറ്റീസ് ടു ലേൺ ഫ്രം. ഇവിടെയുള്ള ഒരുപാട് സംവിധായകർക്കൊപ്പം ഒരു ആക്ടറായിട്ട് വർക്ക് ചെയ്യാൻ ഭാഗ്യം ലഭിച്ച ആളാണ് ഞാൻ. അവരുടെ സെറ്റുകളിലെ ഓരോ ദിവസവും ഓരോ സീനും ഓരോ ഷോട്ടും എനിക്ക് ഒരു ട്യൂഷൻ തന്നെയായിരുന്നു. സോ I keep telling a lot of people that when they see my films, അവർ ചോദിക്കും ആരാണ് ഇൻസ്പിറേഷൻ. സോ they think because എൻ്റെ ഒരു സ്കോപ്പും സ്കേപ്പും എല്ലാം ഇങ്ങനെ രാജ്യത്തിന് വെളിയിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ ആവുന്നുണ്ട്. ഏതോ ഹോളിവുഡ് സിനിമകൾ എൻ്റെ ഇൻസ്പിറേഷൻ ഒക്കെ ഇരിക്കുന്ന ജോഷി സാറും ഷാജി ഏട്ടനും സത്യൻ സാറും ഒക്കെ തന്നെയാണ്. സിബി സാർ ഉണ്ടെന്ന് എനിക്കറിയില്ല. സിബി സാറൊക്കെയാണ് എൻ്റെ ആക്ച്വലി ഭയങ്കര അപ്പം ഐ എം ബീൻ ബ്രോട്ട് അപ്പ് ഓൺ മലയാളം സിനിമ. സോ മൈ ഇൻസ്പിറേഷൻ ഇസ് ഓൾ ദീസ് ലെജൻഡ്സ് സിറ്റിംഗ് ഹിയർ. I have to switch to Malayalam now, unfortunately. So, ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയണം. I really done the courtesy of inviting and welcoming Laika to Malayalam cinema. ഒരുപാട് പേരോട് നന്ദി പറയാനുണ്ട് ഈ സിനിമ ഇന്നിവിടെ ഈ സിനിമയുടെ റിലീസിന് നടക്കുമ്പോൾ. സോ ഐ ഹാവ് ടു സ്റ്റാർട്ട് വിത്ത് മൈ ഫാമിലി, സുപ്രിയ ആൻഡ് മൈ ഡോട്ടർ. സുപ്രിയയ്ക്കും എൻ്റെ മോൾക്കും ഞാൻ സിനിമ ഡയറക്റ്റ് ചെയ്യുന്നത് ഇഷ്ടമല്ല. ബിക്കോസ് ഐ സ്റ്റേ അവേ ഫ്രം ഹോം എ ലോട്ട്. എൻ്റെ സിനിമ ഡയറക്റ്റ് ചെയ്യുന്ന പ്രോസസ്സ് അങ്ങനെ ആയതുകൊണ്ട് ഒരുപാട് മാസങ്ങൾ ഫാമിലിയെ കാണാൻ പറ്റാതെ മാറി നിൽക്കേണ്ട ഒരു അവസ്ഥ വരും. നേരെ മറിച്ച് ഞാൻ സിനിമയിൽ അഭിനയിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഷൂട്ടിംഗ് ഇല്ലാത്ത ദിവസങ്ങൾ വീട്ടിൽ പോകാം ഒക്കെ. അപ്പം മോൾക്കൊക്കെ എന്നോട് ചോദിക്കും ഡയറക്ഷൻ ആണോ അടുത്ത അഭിനയമാണോ എന്ന്. ബിക്കോസ് ഷീ തിങ്സ് ഡയറക്ഷൻ ആണെങ്കിൽ അയ്യോ ദേ വീണ്ടും പോയി എന്നുള്ളത്. സോ താങ്ക് യു ഫോർ പുട്ടിംഗ് അപ്പ് വിത്ത് ദി ആബ്സെൻസ്. താങ്ക് യു ഫോർ ഡീലിംഗ് വിത്ത് ആൻ ആബ്സെന്റി ഫാദർ ആൻഡ് ഹസ്ബൻഡ്. പിന്നെ എടുത്തു പറയേണ്ട ഒരാളുണ്ട്, എൻ്റെ സുഹൃത്ത്, മൈ ബ്രദർ, മൈ പ്രൊഡ്യൂസർ ആന്റണി പെരുമ്പാവൂർ. നമ്മൾ ഈ സിനിമയെക്കുറിച്ച് നമ്മളിങ്ങനെ സ്വപ്നം കാണുമ്പോൾ കുറച്ച് എനിക്ക് തോന്നുന്നു വലിയ സ്വപ്നങ്ങളൊക്കെ കാണുന്ന ആൾക്കാർ കുറച്ച് എക്സെൻട്രിസിറ്റി ഉള്ള ആൾക്കാരാണ്, കുറച്ച് വട്ടുള്ള ആൾക്കാരാണെന്ന് തോന്നുന്നു. അപ്പം ഞാൻ ആക്ച്വലി വളരെ കോൺഫിഡൻ്റ് ആയിട്ട് പറയുമായിരുന്നു എൻ്റെ അത്ര വട്ടുള്ള വേറെ ആരുമില്ലെന്ന്. എന്നേക്കാൾ വട്ടുള്ള ഒരാളുണ്ട് ആക്ച്വലി, അതാണ് ശ്രീ ആന്റണി പെരുമ്പാവൂർ. ഞാൻ ഈ സിനിമ എനിക്ക് തോന്നുന്നത് ആദ്യം ഇതിൻ്റെ ഐഡിയ പറയുന്നത് മുതൽ ഇത് ഏറ്റവും കൂടുതൽ ഇത് മനസ്സിലാകുന്ന ആള് എന്നെ സംബന്ധിച്ചിടത്തോളം ആന്റണി പെരുമ്പാവൂറാണ്. ഞാൻ എൻ്റെ ഒരു ഷൂട്ട് സ്ക്രിപ്റ്റ്, മുരളി ഒരു സ്ക്രിപ്റ്റ് എഴുതി കഴിഞ്ഞാൽ ഞാനും മുരളിയും കൂടെ ഒരു മൽപ്പിടുത്തമുണ്ട് കുറച്ച് നാളത്തേക്ക്. അത് കഴിഞ്ഞ് വെൻ ബോത്ത് ഓഫ് us are mutually on a same place, അപ്പോഴാണ് ഞാൻ എൻ്റെ നിർമ്മാതാവിനോടും എൻ്റെ മെയിൻ ലീഡ് സ്റ്റാറിനോടും സ്ക്രിപ്റ്റ് പറഞ്ഞ് കേൾപ്പിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ എമ്പുരാന്റെ സ്ക്രിപ്റ്റ് ഞാൻ ദുബായിലെ ആശീർവാദിന്റെ ഓഫീസിൽ പോയി അവിടെ വെച്ചിട്ടാണ് ഞാൻ ആദ്യമായിട്ട് ലാൽ സാറിനോടും ആന്റണിയോടും നറേറ്റ് ചെയ്യുന്നത്. ഇപ്പൊ ലാലേട്ടൻ ആസ് യൂഷ്വൽ ആന്റണി ആ കുട്ടി 5-6 ഹെലികോപ്റ്റർ എന്നൊക്കെ പറയുന്നുണ്ട് എന്ന് പറഞ്ഞ് അങ്ങനെ പറഞ്ഞുള്ളൂ. പക്ഷെ ഈ അന്നത്തെ നറേഷനിൽ മൂപ്പർക്ക് മനസ്സിലായതാണ് ഈ സിനിമ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എന്റെ ബാക്കി വന്നിരുന്ന് പറയും, അണ്ണ ഇതെങ്ങോട്ടാണ് ഈ പോക്ക് ഒക്കെ ചോദിക്കുമെങ്കിലും ഞാൻ എപ്പോഴും പറയും, എൻ്റെ അസോസിയേറ്റ് ഡയറക്ടറെ പോലെ, എൻ്റെ ചീഫ് ടെക്നീഷ്യൻസിനെ പോലെ തന്നെ എൻ്റെ സിനിമ മനസ്സിലാക്കി കൂടെ നിൽക്കുന്ന ഒരു പ്രൊഡ്യൂസർ എനിക്കുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ശക്തി. അപ്പോൾ താങ്ക് യു എന്നെ സഹായിച്ചതിന്. നമുക്ക് ഈ സിനിമ കഴിഞ്ഞിട്ട് ഇനി ഒരു വലിയ പടമൊക്കെ ചെയ്യണം കേട്ടോ. അടുത്തത്
ഓഫ് കോഴ്സ് ഞാൻ എങ്ങനെ താങ്ക്സ് പറയണം എനിക്ക് അറിയില്ല. ലാൽ സാറിനോട്, ഞാൻ ഇപ്പൊ ലാലേട്ടനെ വിളിക്കാം, ലാലേട്ടനോടാണ് ആക്ച്വലി. കാരണം ദിസ് ഹോൾ തിങ് വുഡ് നോട്ട് ഹാവ് ബീൻ പോസിബിൾ ഇഫ് നോട്ട് ഫോർ ഹിം. ഇതിപ്പോ ഈ പറയുമ്പോൾ ഭയങ്കര ഈ ഡയറക്ടർ വന്നിട്ട് സിനിമയിലെ സ്റ്റാറിനെ കുറിച്ച് പറയുന്ന ഒരു ക്ലീഷേ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് തോന്നും. ഐ നോ ദർ ഇസ് എ ബിറ്റ് ഓഫ് എ ക്ലീഷേ ഇൻ ഇറ്റ്. പക്ഷെ ഞാൻ ലൂസിഫർ ചെയ്യുമ്പോൾ ദർ ഇസ് അബ്സല്യൂട്ട്ലി നോ, അത് ഒരു ഗ്യാരണ്ടി ഇല്ലല്ലോ. എനിക്ക് സിനിമ എടുക്കാൻ അറിയോ, എന്നെ കൊണ്ട് ഇത് പറ്റുമോ എന്നൊന്നും ഒരു ഗ്യാരണ്ടി ഇല്ല. അപ്പൊ ഒന്ന് എന്റെ പ്രൊഡ്യൂസർ ഒരു ഭയങ്കര വലിയ ഒരു പണ്ട് എടുത്തു, ദാറ്റ് ഓക്കെ ഇയാൾ കഥ പറയുന്ന രീതിയൊക്കെ വെച്ചിട്ട് ഇയാൾക്ക് സിനിമ ചെയ്യാൻ പറ്റുമായിരിക്കും എന്ന് പറഞ്ഞിട്ട്. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് ലൂസിഫറിൽ എന്തെങ്കിലുമൊക്കെ ഒരു സാധനം, ഏതെങ്കിലും ഒരു സീക്വൻസ് അതെങ്ങനെയെങ്കിലും എടുപ്പിക്കാതിരിക്കാമോ അല്ലെങ്കിൽ അതിന്റെ ഒരു സൈസ് കുറയ്ക്കാമോ എന്നൊക്കെ ചിന്ത വരുമ്പോൾ ശ്രീ ആന്റണി പെരുമ്പാവൂർ, അണ്ണ ലാൽ സാർ ഒന്ന് വിളിക്കുന്നുണ്ട് എന്ന് പറയും. അപ്പോഴെനിക്ക് മനസ്സിലാവും. അപ്പൊ ഞാൻ ലാലേട്ടന്റെ ക്യാരവനിൽ പോകും. അപ്പൊ ലാലിന് ചോദിക്കും, മോനെ നമ്മുടെ ആ സീക്വൻസ് അതെങ്ങനെയാണ് മോൻ എടുക്കാൻ പ്ലാൻ ചെയ്യുന്നത്? അപ്പോൾ എന്റെ നിർമ്മാതാവ് സൈഡിലിരിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ പറയും, ചേട്ടാ അത് ഇങ്ങനെയാണ്, അങ്ങനെ നമ്മൾ ആ സീക്വൻസിന്റെ ആവശ്യമുണ്ടോ? ഞാൻ പറയും, ഉറപ്പായിട്ട് ആവശ്യമുണ്ട് ചേട്ടാ. ആന്റണി ഉറപ്പായിട്ട് ആവശ്യമുണ്ട്, അയാൾക്ക് അത് ചെയ്തു കൊടുക്കുമെന്ന്. അപ്പൊ ഇമ്മീഡിയറ്റ് ലാലേട്ടൻ. അപ്പൊ അങ്ങനെ എന്നോടൊപ്പം ഒരു നടൻ അല്ലെങ്കിൽ ഒരു താരമായിട്ട് മാത്രമല്ല, ആക്ച്വലി എന്റെ ഒരു ഡ്രൈവിംഗ് ഫോഴ്സ് ആയിട്ട് ഈ 2 സിനിമകളിൽ എന്നോടൊപ്പം നിന്നത് ലാൽ സാറാണ്. ഈ എമ്പുരാൻ എന്ന് പറയുന്ന സിനിമയെ കുറിച്ച് എനിക്കൊരു കാര്യം പറയാനുള്ളത്, എന്റെ കരിയറിൽ ഞാൻ അഭിനയിച്ച സിനിമകളും സംവിധാനം ചെയ്ത സിനിമകളും നിർമ്മിച്ച സിനിമകളും ഒക്കെ തന്നെ എന്റെ കരിയറിൽ ഐ ഹാവ് നോട്ട് ബീൻ പാർട്ട് ഓഫ് അനദർ ഫിലിം ദാറ്റ് has had to face so many obstacles from weather. Right from our very first schedule in Leh Ladakh to our very last schedule in Palakkad. And in between this, we pretty much travel around the world. Every country, every place, we had run-ins with weather. But what happens is obviously a lot of money goes waste. പൈസ ഒരുപാട് ചെലവാകും, നമ്മൾ ഷൂട്ടിംഗ് ഇല്ലാതെ വലിയൊരു ക്രൂ വെറുതെ ഇരിക്കുന്നു. And a lot of time goes waste. അപ്പോ എക്സ്ട്രീംലി ബിസി ആയിട്ടുള്ളൊരു സമയത്താണ് ലാൽ സാറിനെ ഞാൻ ഗുജറാത്ത് സ്കെഡ്യൂളിന് ഷൂട്ടിങ്ങിന് കൊണ്ടുപോയത്. എൻ്റെ ഒരു ക്ലൈമാക്സ് പോർഷൻസിന്റെ ഷൂട്ടിങ്ങിന് കൊണ്ടുപോയത്. ആഴ്ചകൾ ലാൽ സാർ ഷൂട്ടിംഗ് ഇല്ലാതെ അവിടെ ഇരുന്നിട്ടുണ്ട്. അപ്പൊ എന്നും രാവിലെ ഒരു 11:30-12 മണിയൊക്കെ ആകുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇന്നിന് ഷൂട്ടിംഗ് നടക്കാൻ പോകുന്നില്ല, കാരണം ഭയങ്കര മഴയായിരിക്കും. ഇപ്പൊ ഞാൻ ലാൽ സാറിന്റെ റൂമിലേക്ക് ചെല്ലുന്ന ഇത് പറയാനാണ്, സാർ ഇന്നും ഷൂട്ടിംഗ് നടക്കില്ല, അപ്പൊ ഇന്ന് വർക്ക് ഉണ്ടാവില്ല. അപ്പൊ ഓരോ ദിവസം കഴിയുമ്പോഴും എനിക്കിങ്ങനെ ഉള്ളില് ഇത് ഓക്കെ, ഞാനിപ്പോ എന്തായാലും ഈ സിനിമയുടെ സംവിധായകൻ ഇത് തീർക്കാൻ വേണ്ടി നിൽക്കുന്നു, അദ്ദേഹം വേറെ ഒരുപാട് കാര്യങ്ങൾ ഇടയുന്നാണല്ലോ വന്ന്. അതിന്റെ ഒരു 5-ാമത്തെ 6-ാമത്തെ ദിവസം കഴിഞ്ഞപ്പോൾ ഐ വിൽ നെവർ ഫോർഗെറ്റ് ദിസ്. ഒരു ദിവസം ഞാൻ പോയിട്ട് സാർ സോറി ഇന്നും ഷൂട്ട് നടക്കില്ല. അപ്പൊ എന്റെ ആദ്യം പറഞ്ഞ, മോനെ അത് കുഴപ്പമില്ല, മോൻ അത് നന്നായിട്ട് എടുത്താൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അതൊന്നും ഒരിക്കലും മറക്കില്ല. It is not just a big memory for me as a filmmaker. It is a lesson for me as an actor. Appo thank you Lalata for being who you are. Lalata illengil without you I don't know if any of this will happen. I don't know if I'll be njan oru director agumayirunnu ennu enikku ariyilla, കാരണം I keep saying I was an accidental director. Murli my brother വളരെ ഒരു പെട്ടെന്നൊരു ദിവസം ഇങ്ങനൊരു വിഷയം പറഞ്ഞത് ഡയറക്റ്റ് ചെയ്യുന്നു എന്ന് ചോദിക്കുന്നു. ഞാനത് ചെയ്യാമെന്ന് പറയുന്നു. അപ്പൊ തന്നെ അത് ആന്റണി പെരുമ്പാറിനോടും ലാൽ സാറിനോടും പിച്ച് ചെയ്യുന്നു. ലാൽ സാർ അത് നമ്മൾ ചെയ്യുന്നു എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ഡയറക്ടർ ആയത്. സോ ഐ കംപ്ലീറ്റ്ലി ഓ മൈ ഡയറക്ടോറിയൽ കരിയർ ആക്ച്വലി ടു ലാൽ സാർ, ആന്റണി ആൻഡ് മുരളി. ആൻഡ് കമ്മിങ് ടു മുരളി, ഹീ ഈസ് എ റീസൺ ദാറ്റ് ഐ എം ഡൂയിങ് ദിസ് നൗ. ബിക്കോസ് ഞാൻ ലൂസിഫർ എന്ന് പറഞ്ഞ സിനിമ ഡയറക്റ്റ് ചെയ്യാൻ വേണ്ടി മുരളിയെ കണ്ട ഒരാളല്ല. നമ്മൾ മറ്റൊരു സിനിമയിൽ ഒരുമിച്ച് അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ വളരെ ആക്സിഡന്റൽ ആയിട്ട് സംഭവിക്കുന്നതാണ് ലൂസിഫർ എന്ന് പറഞ്ഞ സിനിമ. ആൻഡ് ലൂസിഫർ ഞങ്ങൾ ഡിസ്കസ് ചെയ്ത് തുടങ്ങുമ്പോൾ തന്നെ വി ന്യൂ ദാറ്റ് ഒരു സിനിമയിൽ പറഞ്ഞു തീർക്കാൻ പറ്റുന്ന കഥയല്ല. അന്ന് ആക്ച്വലി ഈ പാർട്ട് 1 പാർട്ട് 2 ഒന്നും അങ്ങനെ വലിയ ഫാഷനബിൾ അല്ല. നമ്മളൊരു സിനിമയുടെ 3-ാം ഭാഗം അല്ലെങ്കിൽ 2-ാം ഭാഗം എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ ആൾക്കാർ കുറച്ചെങ്കിലും ഒന്ന് നെറ്റി ചുളിക്കുന്ന ഒരു കാലമായിരുന്നു. അപ്പൊ ഒബ്വിയസ്ലി ഒന്നും പാർട്ട് 1 ചെയ്യുമ്പോൾ വി ഡിസൈഡഡ് നമ്മൾ ഇതിന്റെ പാർട്ട് 2-നെ കുറിച്ചൊന്നും ഇപ്പൊ പറയരുത്, കാരണം പാർട്ട് 2 ഓടിയിട്ടില്ലേ കാര്യമുള്ളൂ. ഇപ്പൊ എന്നിട്ട് പറഞ്ഞാൽ പോരെ. വൈ ഐ എം കമ്മിങ് ഹിയർ ഇസ് പാർട്ട് 1 എന്ത് സംഭവിച്ചു പാർട്ട് 1 എന്നുള്ളത് കൊണ്ടാണ് ഇന്ന് നമ്മൾ ഇവിടെ നിൽക്കുന്നത്. സോ മുരളി ആൻഡ് ഐ ആസ് കോ ക്രിയേറ്റേഴ്സ് ആക്ച്വലി അവസാനമായി ഒരു വലിയ താങ്ക്സ് പറയേണ്ടത് സിനിമാ പ്രേക്ഷകരോടാണ്. കാരണം അവർ ലൂസിഫർ പാർട്ട് 1-ന് തന്ന ആ മഹാവിജയമാണ് എമ്പുരാൻ എന്ന സിനിമ ഉണ്ടാകാനുള്ള ഏറ്റവും വലിയ കാരണം. ഇഫ് നോട്ട് ഫോർ ദാറ്റ് ദിസ് ഫിലിം വുഡ് നോട്ട് ഹാവ് ഹാപ്പൻഡ്.
ആൻഡ് താങ്ക് യു സോ മച്ച്. ഞാൻ ഒരു വളരെ ആംബീഷ്യസ് ഒരു ഫിലിമാണ് എമ്പുരാൻ. അതിന് എന്നോടൊപ്പം നിന്ന് ഒരുപാട് പേരുണ്ട്. നേരത്തെ എൻ്റെ 4 ചീഫ് ടെക്നീഷ്യൻസിന് നിങ്ങൾ സ്റ്റേജിൽ പരിചയപ്പെട്ടു. എൻ്റെ DOP, എൻ്റെ എഡിറ്റർ, എൻ്റെ പ്രൊഡക്ഷൻ ഡിസൈനർ ആൻഡ് മൈ മ്യൂസിക് ഡയറക്ടർ. അവർ 4 പേര് മാത്രമല്ല, എൻ്റെ ഒരു വലിയ ടീമുണ്ട്. എൻ്റെ കോസ്റ്റ്യൂം ഡിസൈനർ സുധാകരനുണ്ട്, മൈ മേക്കപ്പ് മാൻ ശ്രീജിത്ത് ഗുരുവായൂരുണ്ട്, ബിഗ് ടീം. എൻ്റെ അസോസിയേറ്റ് ഡയറക്ടർ വാവയുണ്ട്, എൻ്റെ ക്രിയേറ്റീവ് ഡയറക്ടർ നിർമ്മൽ സഹദേവ് ഉണ്ട്, എൻ്റെ അസിസ്റ്റൻസ് ഉണ്ട്. ഐ ബിലീവ് ഐ ഹാവ് ദ വേൾഡ്സ് ബെസ്റ്റ് ടീം. ലോകത്തിലെ ഏറ്റവും നല്ല ടീം എൻ്റെ ആണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ആൻഡ് എന്നോടൊപ്പം ഉള്ള ഈ സിനിമയിൽ എന്നോടൊപ്പം വർക്ക് ചെയ്ത ടീം ലോകത്തിലെ ഏത് ഇൻഡസ്ട്രിയിലെ എത്ര വലിയ സിനിമ വേണമെങ്കിലും ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ടീമാണ്. ആൻഡ് ദാറ്റ് ഐ നോ ഫോർ ഷുവർ. അപ്പോൾ ആ ടീമിനോട് എനിക്കൊരു നന്ദി പറയണം. കാരണം എനിക്ക് പറ്റിയ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചതിന്, എന്നോടൊപ്പം നിന്നതിന്, എൻ്റെ ദേഷ്യവും ഒക്കെ ഹാൻഡിൽ ചെയ്തതിന്, എൻ്റെ വിഷനെ ഗൈഡ് ചെയ്തതിന്, എങ്ങനെ ഓരോ സീനും എടുക്കുമ്പോൾ ഓരോ കാര്യങ്ങൾ എന്നെ ഓർമ്മിപ്പിച്ചതിന്, ഇപ്പൊ പോസ്റ്റ് പ്രൊഡക്ഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോഴും എന്നോടൊപ്പം നിന്ന് എൻ്റെ വിഷനെ ഇങ്ങനെ ഗൈഡ് ചെയ്ത് നമ്മളെല്ലാവരും ഒരുമിച്ച് സ്വപ്നം കണ്ട ആ സിനിമയുടെ ഒരു അന്തിമ രൂപത്തിലേക്ക് എത്തിക്കാൻ എന്നോടൊപ്പം നിൽക്കുന്ന എൻ്റെ ഒരു വലിയ ടീമുണ്ട്. ഫ്രം മൈ associate director, from my chief technicians, to the production boy who worked in this film. Everyone is equally deserving of ownership of this film. എല്ലാവരുടെയും പേര് ഞാൻ പറയുന്നില്ല. കേട്ടില്ല? 3 അത് പ്രൊഡ്യൂസറിനെ ഡയറക്ട്ലി ചോദിക്കാണ്. 3 ഒരു നിങ്ങളുടെ ഒരു റിക്വസ്റ്റ് എന്താണ് അതിനെ പറ്റിയുള്ള എന്തെങ്കിലും ഒരു അപ്ഡേറ്റ് പൃഥ്വിരാജ് ഇവിടെ? അതെ, അല്ല അത് ഞാൻ പറഞ്ഞില്ല. അപ്പൊ ഈ പാർട്ട് 2 ഒരു വലിയ വിജയമാവട്ടെ. നമുക്ക് 3 ഇതുപോലെയല്ല, കുറച്ച് വലിയ പടമാണ്. അപ്പോ അത് ഇതിനൊരു വലിയ മഹാവിജയം പ്രേക്ഷകർ സമ്മാനിച്ചാലാണ് 3 സംഭവിക്കുക. പിന്നെ ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ, കഥ തീരണ്ടേ. നമ്മൾ ഇപ്പോ പാർട്ട് 1 നമ്മൾ കൊണ്ട് തീർത്തത് വേണമെങ്കിൽ പാർട്ട് 2 ഇല്ലാതിരിക്കാം എന്നൊരു രീതിയിലാണല്ലോ. എനിക്ക് ഒരു കാര്യം പറയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു, പാർട്ട് 2 തീരുമ്പോൾ പാർട്ട് 3 ഇല്ലെങ്കിൽ കഥ ഫുൾ ആകില്ല എന്ന വ്യക്തമായ ഒരു പോയിന്റിലാണ്. അപ്പോ സോ അത് ഐ ഹാവ് ടു സേ. കാരണം ഈ സിനിമ തീരുന്ന ഒരു പോയിന്റിൽ അയ്യോ ഇതിന്റെ കഥ ബാക്കി ഇനി അറിയണമല്ലോ എന്നൊരു പോയിന്റിലാണ് ഈ സിനിമ തീരുന്നത്. അപ്പൊ അത് പാർട്ട് 3 ചെയ്യാൻ പറ്റട്ടെ, അതിന് പ്രേക്ഷകർ നമുക്കൊപ്പം നിൽക്കട്ടെ. അതെ, നിൽക്കട്ടെ. എനിവേ, താങ്ക് യു സോ മച്ച് all of you. Thank you Magal sir for all your kind words. And once again, it's great to have you be part of this really special evening. And yeah, there's a lot of work to be done before 27th of March. We are all working day and night. We hope we are able to deliver a product, a piece of cinema that is worthy of your love and your adoration. And yeah, see you all in theaters on the 27th of March. Thank you. അതിന് മുന്നോടിയായിട്ട് വേറൊരു കാര്യം കൂടെ പെട്ടെന്ന് ചോദിക്കാന്ന് വെച്ചാൽ, ഇത് ലൈക്ക് ഒരു ജെന്യൂൻ ആയിട്ട് ചോദിക്കുകയാണ് രാജു. കാര്യം വേറെ ഒന്നുമല്ല, ലൈക്ക് എംബ്രാനെ കുറിച്ച്, ലൂസിഫിനെ കുറിച്ചൊക്കെ ഓരോരുത്തരുടെ ഇൻഹിബിഷൻസ് എല്ലാം ഉണ്ടാവും. പക്ഷേ എങ്കിലും ജെന്യൂൻ ആയിട്ട് ലൈക്ക് ഓൾ ദീസ് കൈൻഡ് ഓഫ് ലൈക്ക് ചെറിയ പടം വലിയ പടം എന്തെല്ലാം മാറ്റിയിട്ട് ഡയറക്ടറുടെ POVയിൽ നിന്ന് എംബുരാൻ കാണാൻ വരുന്ന പ്രേക്ഷകരോട് പൃഥ്വിരാജ് സുകുമാരന് ജെന്യൂൻലി പറയാനുള്ള എന്താണ്? ലൈക്ക് എനിക്കൊന്നും പറയാനില്ല ആക്ച്വലി. ദ ഫാക്ട് ഇസ്, ഞാൻ ഇവിടെ നിന്ന് എന്റെ സിനിമ ഇതാണ് അതാണ് എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നാളെ പ്രേക്ഷകർ തിയേറ്ററിൽ പോയി കണ്ടിട്ട് അവർക്കിത് എന്ത് തരം സിനിമയാണെന്ന് തോന്നുന്നോ അതാണ് ഈ സിനിമ. യുനോ, once I make a film and I put it in front of the audience, they own the film. I no longer own the film. The audience, what the film communicates to the audience, and finally what the audience thinks the film is, that is what the film is. അല്ലാതെ ഞാൻ റിലീസിന് ശേഷമോ റിലീസിന് മുൻപോ സത്യത്തിൽ എന്റെ സിനിമ ഇതാണ്, എന്റെ സിനിമ കൊണ്ട് ഞാൻ ഉദ്ദേശിച്ച ഇതാണെന്ന് പറഞ്ഞിട്ട് there is no point. So I hope മുരളി എഴുതിയ, ഞാൻ കൺസീവ് ചെയ്ത സിനിമ ഞങ്ങൾ ഉദ്ദേശിച്ച അർത്ഥത്തിൽ, ഞങ്ങൾ ഉദ്ദേശിച്ച ഡയമെൻഷൻസിൽ പ്രേക്ഷകരിലേക്ക് എത്തും എന്നുള്ള പ്രതീക്ഷ എനിക്കുള്ളൂ. അല്ല, എനിക്ക് വേറെ ഒന്നും പറയാനില്ല. ഐ സ്റ്റിൽ മെയിൻറ്റെയിൻ ഇതൊരു
ഒരു സാധാരണ ഒരു മെയിൻ സ്ട്രീം പടമാണ്. അല്ലാതെ അതിന് വേറെ അല്ലാതെ വേറെ ഒന്നും ഇതിലില്ല ഈ സിനിമയിൽ. രണ്ടും സ്റ്റാൻഡ് അലോൺ ആണെന്ന് മുരളിച്ചേട്ടൻ പറഞ്ഞുകൊണ്ട് സ്റ്റീഫൻ നെടുമ്പള്ളിയെ കണ്ട ആ ഒരു ആവേശത്തിൽ ലൂസിഫർ കഴിഞ്ഞിട്ട് വരുന്ന എമ്പുരാന് എബ്രാം ഖുറേഷിയിലേക്ക് വരുമ്പോൾ ഡു ദേ നീഡ് ടു കം? ഒന്നുമില്ല, ജസ്റ്റ് ദേ ക്യാൻ കം ഫ്രീ ആൻഡ് വാച്ച്. ജസ്റ്റ് കം ഓപ്പൺ മൈൻഡഡ്. ഞാൻ എവറിത്തിങ്, ഇപ്പൊ നിങ്ങൾ ഇന്ന് കണ്ട ടീസർ ആണെങ്കിലും ഇതിന്റെ പോസ്റ്റേഴ്സ് ഒക്കെ ആണെങ്കിലും ഐ ട്രൈ ആൻഡ് സ്റ്റേ ആസ് ഓണസ്റ്റ് ആസ് പോസിബിൾ. നിങ്ങൾ സിനിമയിൽ കാണാത്തതൊന്നും ടീസറിലോ പോസ്റ്ററിലോ ഒന്നും അങ്ങനെ ഞാൻ കാണിക്കാറില്ല. മേ ബി ഐ ഹാവ്, ഇപ്പൊ നിങ്ങൾ ഈ കണ്ട ടീസറിൽ ഒരു 3-4 ഷോട്ട് ഉണ്ടാവും ഈ ഒരു ടീസറിന് വേണ്ടി ഷൂട്ട് ചെയ്തത്. ലൈക്ക് സേ ഫോർ എക്സാമ്പിൾ ഒരു പെർട്ടിക്കുലർ ലൊക്കേഷൻ അകത്ത് ഒറിജിനലി സിനിമയിൽ നടക്കുന്ന സീക്വൻസ് എനിക്ക് സിനിമയിൽ ടീസറിൽ അല്ലെങ്കിൽ ട്രെയിലറിൽ കാണിക്കണ്ട എന്നുണ്ടെങ്കിൽ I would have shot something in that location just for the promo. But the overall premise and the mood is very honest. നിങ്ങൾ ഇതൊക്കെ തന്നെയാണ് സിനിമയിലും കാണാൻ പോകുന്നത്. ഓഫ് കോഴ്സ് ഇതിൽ കാണിക്കാത്ത കുറെ കാര്യങ്ങൾ സിനിമയിലുണ്ട്. പക്ഷെ കം വിത്ത് എൻ ഓപ്പൺ മൈൻഡ്. എപ്പോഴും ഏത് സിനിമയാണെങ്കിലും, അത് എമ്പുരാൻ എന്നല്ല, ഏത് സിനിമയാണെങ്കിലും യുവർ ബെസ്റ്റ് വ്യൂയിങ് എക്സ്പീരിയൻസ് വുഡ് ബി വെൻ യു വാക്ക് ഇൻ ടു എ സിനിമ ഹാൾ, not preempting what you are going to see. Just grab a bag of popcorn, come with an open mind, and just try and enjoy what you see, and maybe you like what I've made. That's all that I can hope for. Yeah. Just experience Empuran. Yeah, not just Empuran, any film. ഏത് പടമാണല്ലോ അങ്ങനെയല്ലേ കാണുന്നത്. Good evening. Mr. Subhaskar, thank you so much. Thank you, Laika, for joining hands with us, with Ashirwad, to make this happen, Empuran. എമ്പുരാനെ കുറിച്ച് എന്താ പറയേണ്ടത്? അതിനു മുമ്പ് ഒരു കാര്യം പറയാനുള്ളത്, യു വാസ് ക്ലെയിമിംഗ് ദാറ്റ് ഈസ് എൻ ആക്സിഡന്റൽ ഡയറക്ടർ എന്നുള്ളതല്ലേ. ഇറ്റ്സ് നോട്ട് എ കറക്റ്റ് തിങ്. യു ആർ ദ ചോസൺ വൺ ഫോർ ദിസ്. ഒരുപാട് ഡയറക്ടേഴ്സിൻ്റെ അവിടെ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ സിനിമ മാറുകയാണ്. ആ സിനിമയുടെ മാറ്റത്തിലൂടെ സഞ്ചരിച്ചിട്ട് ഒരു പുതിയ ദൃശ്യാനുഭവം കാഴ്ചവെക്കാൻ ഇദ്ദേഹത്തിന് കഴിയുന്നു എന്നുള്ളത് വളരെ ശ്രദ്ധേയമാണ്. ലൈക്ക് മകേഷ് തിരുമേനി പറഞ്ഞതുപോലെ, ഈസ് എ വെരി ക്രൂവൽ ഡയറക്ടർ. He'll extract what he wants from us, and that is the way to do the film. അപ്പോൾ ആ സിനിമയിൽ എന്തുകൊണ്ടാണ് ആ സിനിമയിൽ ആക്ടേഴ്സ് നന്നാകുന്നത്? ബിക്കോസ് ഓഫ് ദി ഡയറക്ടർ. നമ്മൾ ഏത് സിനിമ ഐ ട്രസ്റ്റ് മൈ ഡയറക്ടർ. ഇവിടെ ഇരിക്കുന്ന എത്രയോ ആൾക്കാരുണ്ട് എൻ്റെ സിനിമ ഡയറക്റ്റ് ചെയ്ത ആൾക്കാർ. ഐ ട്രസ്റ്റ് മൈ ഡയറക്ടർ. സോ ആസ് ആൻ ആക്ടർ I have high hopes on him. He will be one of the best directors in India. Of course. That is going to be. Because അങ്ങനത്തെ സിനിമകളാണ് അദ്ദേഹത്തിന് ചെയ്യാൻ സാധിച്ചത്. And that is why you are destined to do films like this. So let it happen. അതിന് ഞങ്ങളൊക്കെ കാരണക്കാരായി എന്നുള്ളതാണ്. സോ അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ കൂടെ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ അമ്മയെ അവരുടെ ഫാമിലിയായിട്ടൊക്കെ അറിയാം. അതുകൊണ്ടല്ല, ഒരു ഡെഡിക്കേഷൻ എന്ന് പറയുന്ന ഒരു വലിയ കാര്യമാണ്. ദ വേ ദ ലെൻസിങ്, ഒരു ക്യാരക്ടറിനെ എങ്ങനെയാണ് പോർട്രേ ചെയ്യേണ്ടതൊക്കെ, അതൊക്കെയാണ് ആ സിനിമയുടെ വിജയം. എല്ലാ ഡയറക്ടേഴ്സും അങ്ങനെയാണ് ചെയ്യുന്നത്. പക്ഷേ ഈ സബ്ജക്റ്റിന് വേണ്ട വിധത്തിൽ ഓരോ സിനിമ എങ്ങനെയാണ് ഷൂട്ട് ചെയ്യേണ്ടതെന്നുള്ള വളരെ വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കണം ഡയറക്ടർ. സോ കമ്മിങ് ടു എമ്പുരാൻ, ലൈക്ക് പൃഥ്വി സെഡ്, വി ഹാഡ് ലോട്ട് ഓഫ് ഒബ്സ്റ്റക്കിൾസ്. ഞങ്ങൾക്ക് ഒരുപാട് സഹനം സഹിച്ചാണ് ഞങ്ങൾ ഈ സിനിമ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ദിസ് ഓൾ വിത്തിൻ അസ്. അത് പറയേണ്ട കാര്യമില്ല. അതൊക്കെ സഹിച്ചുകൊണ്ട് ഞങ്ങൾ എങ്ങനെയാണ് ഈ സിനിമ നിങ്ങളിലേക്ക് എത്തിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ചിന്തിക്കേണ്ടത്. അതിൽ 100% അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ബിക്കോസ് ഞാൻ ആ സിനിമ കണ്ടതാണ്, നിങ്ങൾ കാണാൻ പോകുന്നതാണ്. ആൻഡ് താങ്ക് യു വെരി മച്ച് എല്ലാവർക്കും, ലൈക്ക് ചെമ്പകമൂർത്തി സാർ, തമിഴ് കുമരൻ, റെസ്റ്റ് ഓഫ് ദ പീപ്പിൾ, ആൻഡ് മകേഷ് തിരുമേനി ഫോർ ജോയിനിങ് വിത്ത് us. And let us make it as a very big film. And definitely we need support from you people. Like, we have to do big films. നമ്മുടെ ഇൻഡസ്ട്രി സ്ലോലി ഭയങ്കര ഒരു ഓപ്പണിംഗ് ആണ്, ഫിലിം ഇൻഡസ്ട്രി, എസ്പെഷ്യലി ഫ്രം സൗത്ത് നോർത്ത് എന്നൊന്നും ഇല്ലെങ്കിലും സൗത്തിലെ സിനിമ എന്നാണ് പറയുന്നത്. സോ ഞാൻ എൻ്റെ സിനിമ ഷൂട്ട് ചെയ്യുമ്പോഴും ഞാൻ ട്രാവൽ ചെയ്യുമ്പോഴും എല്ലാവരും ഒരുപാട് പേര് എന്നോട് ചോദിക്കുന്നത്, വെൻ ഈസ് എമ്പുരാൻ ഗെറ്റിംഗ് റിലീസ്ഡ്? കാര്യം ഞങ്ങളെല്ലാം ലൂസിഫർ കണ്ടാണ്, എന്നാണ് ഈ സിനിമ. സോ ആ സിനിമയ്ക്ക് ഒരു മാജിക് ഉണ്ട്. ആ മാജിക്ക് ഞങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ കഴിഞ്ഞു. താങ്ക് യു മുരളി, നിങ്ങളുടെ പേനയിൽ നിന്നാണ് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ലൂസിഫർ, എമ്പുരാൻ എന്ന് പറയുന്ന ദൈവത്തിൻ്റെ കുറച്ച് താഴെ നിൽക്കുന്ന ആളാണ്. ഇനി മൂന്നാമത്തെ ഭാഗത്തിൽ അദ്ദേഹം എന്താണ് പേരിടുന്നത് എന്ന് എനിക്കറിയില്ല. അത് ഒരു ദൈവത്തിൻ്റെ കയ്യൊപ്പുള്ള സിനിമയായിട്ട് ഈ 3 സിനിമയെ മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. സാറിന് അറിയാം ആക്ച്വലി. അപ്പോൾ ലാൽ സർ അല്ല, എസ്പെഷ്യലി താങ്ക് യു
ആൻ്റണി, താങ്ക് യു സോ മച്ച് ഫോർ ട്രസ്റ്റിംഗ് അസ്. എന്നെയും അല്ലെങ്കിൽ തീർച്ചയായിട്ടും പൃഥ്വിയൊക്കെ വിശ്വസിച്ചുകൊണ്ട് ഈ സിനിമയുടെ പുറകെ സഞ്ചരിച്ചു. എനിക്കറിയാം ആൻ്റണി എങ്ങനെയാണ് ഈ സിനിമ എടുത്തിരിക്കുന്നത്, എത്രത്തോളം കഷ്ടപ്പാട് സഹിച്ചു. ടേക്കൻ എ ലോങ് ഓഫ് പെയിൻ. അത് പെയിൻ എന്നുള്ള വാക്കാണ് കറക്റ്റ്. എല്ലാ സിനിമയും അങ്ങനെയാണ്. ആൻഡ് വി റെസ്പെക്ട് അവർ പ്രൊഡ്യൂസേഴ്സ്. ഇവിടെ ഇരിക്കുന്ന ഒരുപാട് പേര് എൻ്റെ പ്രൊഡ്യൂസേഴ്സാണ്. എല്ലാവരെയും ഞാൻ റെസ്പെക്റ്റ് ചെയ്യുന്നു. ഒരു പ്രൊഡ്യൂസറുടെ വേദന എനിക്കറിയാം. ലൈക്ക് ഹീ സെഡ്, ഞാൻ എൻ്റെ അടുത്ത് നിന്ന് ഷൂട്ടിംഗ് ഇല്ല എന്ന് പറയുന്നത്, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നമുക്കൊരു ക്ലൈമറ്റ് നമ്മളെ ഹെൽപ്പ് ചെയ്തില്ലെങ്കിൽ ഒരുപാട് ദിവസം ഞങ്ങൾ വെറുതെ ഇരിക്കേണ്ടി വന്നു. ഇറ്റ്സ് ഇൻ ഗുജറാത്ത്. നമ്മുടെ പക്ഷേ യൂണിറ്റ് ചെറുതായിരുന്നു. കാര്യം പൃഥ്വി അങ്ങനെയാണ് ഷൂട്ട് ചെയ്തത്. 400 പേരൊക്കെ ഉണ്ടാവുള്ളൂ. 300-400 ആൾക്കാരായതുകൊണ്ട് ഇറ്റ്സ് എ സ്മോൾ യൂണിറ്റ് ആൻഡ് ഇറ്റ്സ് എ സ്മോൾ ഫിലിം. ആൻഡ് ഐ വാണ്ട് ടു നോ വാട്ട് ഹി മീൻസ് ബൈ എ ബിഗ് ഫിലിം ആൻഡ് ലെറ്റ് ഇറ്റ് ഹാപ്പൻ. ആൻഡ് ഞാനും അതിലുണ്ടാകാൻ എനിക്ക് ഭാഗ്യം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആൻഡ് താങ്ക് യു ഈച്ച് ആൻഡ് എവരി വൺ. ആൻഡ് പൃഥ്വി പറഞ്ഞതുപോലെ പൃഥ്വിയുടെ യൂണിറ്റ് ഈസ് സോ ഗുഡ്. എനിക്ക് ഒരുപാട് സിനിമ, ഞാനൊരു 370 സിനിമ ചെയ്തിട്ടുണ്ട്. പക്ഷേ the commitment of the people who are working with Prithvi is fabulous. എല്ലാവരും എല്ലാ സിനിമകളിലും അങ്ങനെ വേണമെന്നാണ് ഞാൻ. ഐ റെസ്പെക്ട് പീപ്പിൾ വർക്ക്. അത് അത്രയും ഡെഡിക്കേഷനോട് കൂടിയാണ് ആ സിനിമ വർക്ക് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആ സിനിമയിലുണ്ടാകും. ആൻഡ് ഇപ്പോൾ ഈ സമയത്ത് എമ്പുരാനിൽ വർക്ക് ചെയ്ത എല്ലാവരെയും, അങ്ങനെ നമ്മുടെ ഡയറക്ഷൻ സൈഡിലല്ല, എല്ലാവരെയും, ക്യാമറ ആയാലും ഒരു വെള്ളം കൊണ്ടു തന്നാളെ പോലും ഞാൻ ഈ സമയത്ത് ഞാൻ ബഹുമാനത്തോടെ ഞാൻ കാണുന്നു. നമുക്ക് ഏറ്റവും നല്ലൊരു സിനിമയായിട്ട് മാറട്ടെ എന്ന് പ്രാർത്ഥിക്കാം. എപ്പോഴും നമ്മൾ വെൻ വി സ്റ്റാർട്ട് എ ഫിലിം, ഇറ്റ്സ് അവർ ഹോപ്പ് ദാറ്റ് ദിസ് വിൽ ബി ദ ബിഗസ്റ്റ് ഹിറ്റ്. അതേ ഹോപ്പോട് കൂടി വി ആർ മൂവിങ്. ലെറ്റ് ഇറ്റ് ബി എ ബിഗ് സക്സസ്. ആൻഡ് താങ്ക്സ് once again. Laika Subhaskar, he couldn't come, but just convey our love and regards to him. Thank you very much and have a wonderful night. Thank you. താങ്ക് യു സോ മച്ച് ലാലേട്ടാ. പേര് ഞങ്ങൾക്ക് അറിയില്ലെങ്കിലും ആ സിനിമ ഉടനെ ഉണ്ടാവാൻ, ഈ എമ്പുരാൻ റിലീസ് ചെയ്ത അടുത്ത ദിവസം മുതൽ അതാണ് പേര്. എനിക്ക് സത്യമായിട്ട് അറിയില്ല. നിങ്ങൾ എല്ലാവരും പതുക്കെ അറിഞ്ഞാൽ മതി. മഞ്ജു പറയും, സ്റ്റാർട്ട് ചെയ്യും. എല്ലാവർക്കും നമസ്കാരം. വലിയ സന്തോഷമുണ്ട്. 2 സന്തോഷങ്ങളാണ്. ഒന്ന്, ആശീർവാദ് ഫിലിംസിന്റെ എത്ര സിനിമകളിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ടെന്ന് എനിക്ക് സത്യമായിട്ട് കണക്ക് അറിയില്ല, ഞാൻ എണ്ണി നോക്കിയിട്ടില്ല. എന്തായാലും വലിയ സന്തോഷം. 25 വർഷം പൂർത്തിയാക്കുകയാണ്. ആന്റണി ചേട്ടനോടൊപ്പം നിൽക്കുന്ന വലിയ ഒരു കൂട്ടായ്മയുണ്ട്. അപ്പോൾ ഇനിയും ഒരുപാട് നല്ല സിനിമകൾ ഉണ്ടാവട്ടെ എന്നും അതിൽ എനിക്കും ഭാഗമാവാൻ സാധിക്കട്ടെ എന്നും, ആന്റണി ചേട്ടൻ്റെ ഒരു അർപ്പണബോധവും ഒരു ദീർഘവീക്ഷണവും ഒക്കെ എന്നെ എപ്പോഴും വല്ലാതെ ഇംപ്രസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ആന്റണി ചേട്ടൻ്റെ ആ ഒരു ഡെഡിക്കേഷനോടൊപ്പം തന്നെ ലാലേട്ടൻ എന്ന വലിയ വൃക്ഷത്തിൻ്റെ ഒരു ആശീർവാദത്തോടു കൂടി ഇനിയും ഒരുപാട് ഉയരങ്ങളിലേക്ക് പോകാൻ ആശീർവാദ് ഫിലിംസിന് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. പിന്നെ എമ്പുരാൻ, ലൂസിഫർ എന്ന എൻ്റെ സിനിമാ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള, എനിക്കും സിനിമ കണ്ടവർക്കുമൊക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കഥാപാത്രമാണ് പ്രിയദർശിനി. അപ്പോൾ പ്രിയദർശിനിയുടെ യാത്ര എമ്പുരാനിലൂടെ തുടരുകയാണ്. ലൂസിഫർ എന്നത് പൃഥ്വിരാജ് സുകുമാരൻ എന്ന സംവിധായകനോടൊപ്പം, അതേപോലെ മുരളി ഗോപി എന്ന ബ്രില്യൻ്റ് എഴുത്തുകാരനോടൊപ്പം, ആന്റണി ചേട്ടനോടൊപ്പം, പ്രിയപ്പെട്ട ലാലേട്ടനോടൊപ്പം, ടൊവിയോടൊപ്പം, എനിക്ക് ഇഷ്ടമുള്ള ഒരുപാട് അഭിനേതാക്കളോടൊപ്പം എനിക്ക് വലിയ സന്തോഷത്തോടെ ചെയ്യാൻ സാധിച്ചൊരു സിനിമയാണ്. അപ്പോൾ ആ ഒരു ലൂസിഫറിൻ്റെ യാത്ര എമ്പുരാനിലും വളരെ സന്തോഷത്തോടെ തുടരാൻ സാധിക്കട്ടെ. ഈ ലൂസിഫർ ഇഷ്ടപ്പെട്ടതുപോലെ എമ്പുരാനും പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു, പ്രതീക്ഷിക്കുന്നു. സത്യമാവട്ടെ. ഈ പറഞ്ഞ പോലെ ലൂസിഫർ എന്ന് പറയുന്ന സിനിമയുടെ ആദ്യം കഥ എൻ്റെ ക്യാരക്ടറിനെ പറ്റിയൊക്കെ പറയുന്ന സമയത്ത് തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതിൽ നീ ഭയങ്കര കയ്യടി മേടിക്കുമെന്ന്. പറഞ്ഞതുപോലെ തന്നെ എനിക്ക് ആ പടത്തിലും അതിനുശേഷം ഒരുപാട് വേദികളിലും ഞാൻ നിരന്തരമായിട്ട് ഞാൻ അഭിനയിച്ചിട്ടുള്ള മറ്റ് സിനിമകളിലുള്ള ഈ സിനിമയിലെ മുണ്ടെടുക്കാനും അറിയാം എന്ന് തുടങ്ങുന്ന ആ ഒരു ഡയലോഗാണ് എൻ്റെ അടുത്ത് എല്ലാ സിനിമയുടെ പ്രൊമോഷന് പോകുമ്പോഴാണെങ്കിലും ഉദ്ഘാടനത്തിന് പോയാലും എല്ലാത്തിനും സ്റ്റേജിൽ പ്രേക്ഷകരെ ആവശ്യപ്പെട്ടിട്ട് ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു ഡയലോഗ് അതാണ്. അത്രയും വിസിബിലിറ്റി, അത്രയും റീച്ച് എനിക്ക് ഉണ്ടാക്കി തന്ന ഒരു സിനിമയാണ്. അതിൽ ഞാൻ ഒരു 10 ദിവസം 15 ദിവസമാണ് അഭിനയിച്ചത്. പക്ഷേ അത് ആ സിനിമയിൽ അതിൻ്റെ ഇമ്പാക്റ്റ് ഭയങ്കര രസമായിരുന്നു. അപ്പോൾ അതേ പ്രതീക്ഷയോടെ തന്നെയാണ് ഈ സിനിമയെയും ഞാൻ നോക്കിക്കാണുന്നത്. അന്ന് എന്നാൽ അത്രയും ഇമ്പാക്റ്റ് ഉണ്ടാക്കിയ ആ സിനിമ എനിക്ക് അത്രയും വലിയ പ്രഷറോ അത്രയും അങ്ങനെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ചെയ്തതല്ല. കാര്യം ഞാൻ ചെല്ലുമ്പോഴേ പറഞ്ഞിരുന്നു, ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുകയാണ്, ബാക്കിയൊക്കെ നിങ്ങളുടെ റിസ്ക്കാണ്, നിങ്ങൾ എടുത്തോളൂ ആ റിസ്ക് എന്ന് പറഞ്ഞിട്ട് ഞാൻ രാജുവേട്ടൻ്റെ അടുത്തും മുരളിച്ചേട്ടൻ്റെ അടുത്തും പറഞ്ഞിരുന്നു. അത് എനിക്കിങ്ങനെ
ഉള്ളൊരു കരിയറിൽ തന്നെ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ട ക്യാരക്ടേഴ്സിലൊന്നായിട്ട് അത് വന്നു. ആ ക്യാരക്ടറിൻ്റെ മറ്റൊരു ഇനി രണ്ടാം ഭാഗത്തിൽ വരുന്ന സമയത്ത് അത് വീണ്ടും ആ ക്യാരക്ടർ ആർക്ക് ബിൽഡ് ചെയ്തിരിക്കുന്നതൊക്കെ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഞാനും എല്ലാവരെയും പോലെ സിനിമ തിയേറ്ററിൽ തന്നെ കാണാനായിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. ഒപ്പം ആ സിനിമയിൽ ഒരുമിച്ച് അഭിനയിക്കാൻ പറ്റിയ ആളുകളാണെങ്കിലും അതല്ലാതെ വർക്ക് ചെയ്യാൻ പറ്റിയ മറ്റു ടെക്നീഷ്യൻസ് ആണെങ്കിലും എല്ലാവരും നമുക്ക് വളരെ പ്രിയപ്പെട്ട ആൾക്കാരാണ്. എപ്പോൾ എമ്പുരാൻ്റെ സെറ്റിൽ പോകുന്ന സമയത്താണെങ്കിലും ആ ഒരു സ്നേഹവും അനുഭവിക്കാനും സാധിച്ചിട്ടുണ്ട്. അതിൽ വലിയ സന്തോഷമുണ്ട്. അപ്പോൾ എനിക്ക് ഈ എമ്പുരാനിൽ എനിക്ക് ലാലേട്ടൻ്റെ കൂടെ ഒരു കോമ്പിനേഷൻ സീൻ കിട്ടി, മറ്റേതിൽ കിട്ടാത്തത് ഇല്ലാതിരുന്നത് കിട്ടിയിട്ടുണ്ട്. അതും ഭയങ്കര രസമുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ താങ്ക് യു സോ മച്ച് ലാലേട്ട. പിന്നെ ആശീർവാദ് സിനിമാസിൻ്റെ 25 വർഷം എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ നരസിംഹ തിയേറ്ററിൽ പോയി കണ്ടത് എനിക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ അവിടെ നിന്ന് 25 വർഷങ്ങൾക്ക് ഇപ്പുറം ഇത്രയും സിനിമകൾ, വലിയ ഹിറ്റുകൾ, ഗംഭീരമായിട്ടുള്ള സിനിമകൾ എല്ലാം മലയാള സിനിമയ്ക്ക് വേണ്ടി കൊടുക്കാൻ സാധിച്ച ആശീർവാദ് പ്രൊഡക്ഷൻസിന് എൻ്റെ എല്ലാവിധ ആശംസകളും. അതിൻ്റെ നെടുന്തൂണായിട്ടുള്ള ആൻ്റണി ചേട്ടൻ തുടങ്ങിയ സമയം മുതലുള്ള കഥകൾ ഞാനിങ്ങനെ ആൻ്റണി ചേട്ടൻ്റെ കൂടെ ഇരുന്ന് സംസാരിക്കുന്ന സമയത്ത് പലപ്പോഴും കേട്ടിട്ടുണ്ട്. എനിക്ക് പലപ്പോഴും ഭയങ്കര അഡ്മിറേഷൻ തോന്നിയിട്ടുള്ളതാണ് പുള്ളി എങ്ങനെയാണ് ഓരോ സിനിമയ്ക്കും പുള്ളി അതിൻ്റെ കൂടെ നിന്നിട്ടുള്ളത് എന്ന് അറിയുന്നത്. ഈ 2 സിനിമകളുടെ ഞാൻ കണ്ടിട്ടുമുള്ളതാണ്. അപ്പോൾ ആൻ്റണി ചേട്ടനും ആശീർവാദുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാവർക്കും ആശംസകൾ, എല്ലാവിധ സന്തോഷങ്ങളും നന്മകളും ഉണ്ടാവട്ടെ. ഒപ്പം ഇവിടെ വന്നിട്ടുള്ള എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരുപാട് സ്നേഹം, ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. ഈ 25-ാം വർഷം ആഘോഷിക്കുമ്പോൾ എമ്പുരാൻ എന്ന ചിത്രവുമായിട്ട് അല്ലെങ്കിൽ അത് അങ്ങനെ ഒരു സിനിമയെക്കുറിച്ച് സംസാരിക്കാനും അതിൻ്റെ ഒരു ലോഞ്ച് സംഘടിപ്പിക്കാനും അതിലെല്ലാം സാധിച്ചത് വലിയൊരു ഭാഗ്യമായിട്ട് തന്നെയാണ് കാണുന്നത്. ശരിക്കും സിനിമ നമ്മൾ നരസിംഹം എന്ന് പറയുന്ന സിനിമ എടുക്കുമ്പോൾ മനസ്സിൽ ഈ മോഹൻലാൽ സാർ എന്ന് പറയുന്ന ഒരു ആരാധകനുണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്. അപ്പോൾ ആ ആരാധകന് എനിക്ക് എൻ്റെ ജീവിതത്തിൽ ചെയ്യാൻ ഒരിക്കലും സാധിക്കുകയില്ല, പക്ഷെ പലതും ചെയ്യണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്ത് സിനിമ നിർമ്മിച്ച ഒരാളാണ്. അപ്പം ഞാൻ ഷാജിയേട്ടനൊക്കെ ആയിട്ട് ഈ നരസിംഹത്തിൻ്റെ പല ഡിസ്കഷൻ രഞ്ജിത്തേട്ടനൊക്കെ ആയിട്ട് സംസാരിക്കുമ്പോൾ ലാൽ സാറിനെ വേറൊരു തലത്തിൽ കൊണ്ടുവന്ന് ഒരു പ്രത്യേക പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഷാജിയേട്ടനെ കുറിച്ച്. നമ്മളെ കൊതിപ്പിക്കുന്ന ചില കാര്യങ്ങൾ കാണിക്കുക എന്ന് പറഞ്ഞ് നമ്മൾ കൊതിച്ച് നരസിംഹത്തിനകത്ത് വരികയും പല കാര്യങ്ങൾ പറയുകയും ഒക്കെ ചെയ്ത് അത് സ്വീകരിക്കുകയൊക്കെ ചെയ്താണ് എനിക്ക് തോന്നുന്നു. അറിഞ്ഞോ അറിയാതെയോ ഷാജിയേട്ടനൊക്കെ അത് നമ്മുടെ ഒരു വർത്തമാനങ്ങളൊക്കെ എൻജോയ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞു വന്നത്, അങ്ങനെ ഒരു നരസിംഹം ഉണ്ടായി, ഒരു അത്ഭുതം സംഭവിച്ച് ഇന്നും ആ അത്ഭുതം നിൽക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വീണ്ടും ഒരു അതിനപ്പുറം എന്ത് ചെയ്യാൻ പറ്റും? മോഹൻലാൽ സാറുമായി യാത്ര ചെയ്യുമ്പോൾ കുറച്ച് സിനിമകൾ ചെയ്തു എന്ന് പറയുന്നതിനപ്പുറത്ത് നമുക്ക് ഏത് തലത്തിലോട്ട് പോകാൻ പറ്റുമെന്നിങ്ങനെ എപ്പോഴും ചിന്തിക്കുകയും അങ്ങനെയുള്ള സിനിമകളിലൂടെ യാത്രയും ഒക്കെ ചെയ്ത് പോകുമ്പോഴാണ് നരനുണ്ടായി, അങ്ങനെ കുറേ സിനിമകൾ ജോർജ് സാറുമായിട്ട് ചേർന്നുണ്ടായി. പക്ഷേ ലൂസിഫറിലോട്ട് വന്നപ്പോൾ നമുക്ക് തോന്നി, എനിക്ക് രാജുവുമായിട്ട് സിനിമ ചെയ്യുമ്പോൾ, ഞാനിത് സത്യം പറയുകയാണ് കേട്ടോ, കാരണം ഈ സദസ്സ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതായതുകൊണ്ട് ഞാൻ കുറച്ച് കൂടുതൽ പറയുന്നുണ്ടെന്നേ ഉള്ളൂ. രാജുവുമായിട്ട് സിനിമ ചെയ്യുക എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു, എനിക്കറിയില്ല, എന്നെ ഭയങ്കര ഇഷ്ടമാണ് എന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടം തന്നെയാണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ചിലവൊക്കെ കൂടുന്ന ആളാണ്, പറയുന്ന കാര്യമൊക്കെ ചെയ്യിപ്പിക്കുന്ന ആളാണ്. പക്ഷേ ശരിക്കും ലൂസിഫർ എന്ന് പറഞ്ഞ സിനിമ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ആ സിനിമ എടുക്കാൻ വേണ്ടി എനിക്ക് വേറെ ഒന്നും വേണ്ട, എപ്പോഴും ഒന്നും വേണ്ട, സിനിമയ്ക്ക് മാത്രം മതി, സ്വന്തമായിട്ടൊന്നും വേണ്ട. പക്ഷെ ആ സിനിമയ്ക്ക് വേണ്ടി ചോദിക്കുന്ന കാര്യങ്ങൾ ചിരിച്ചു നിന്ന് കൊടുക്കണം, എപ്പോഴും സന്തോഷത്തോടെ നിന്ന്. അപ്പം ഞാൻ സിനിമ നിർമ്മിക്കുന്ന സമയത്ത് രാജുവിൻ്റെ അടുത്ത് അണ്ണൻ മുമ്പ് പൊക്കോ, ഞാൻ പുറകെ നിന്നോളാം. പക്ഷെ ആ പുറകെ നിൽപ്പ് ലൂസിഫർ എടുക്കുന്ന സമയത്ത് നമ്മൾക്കിടെ കയ്യിൽ നിന്ന് പോയി വേറൊരു തലത്തിൽ പോയി. പക്ഷെ ദൈവം ഒരുപാട് ഭാഗ്യം തന്നു. ആ ഭാഗ്യം തന്നതിന് ശേഷം എന്താ പറയുക, അപ്പം ഞാൻ ഇടയ്ക്ക് മുരളിച്ചേൻ്റെ അടുത്ത് ചോദിക്കും, ഈ എമ്പുരാൻ്റെ ഷൂട്ടിംഗ് നടക്കും, എന്തോ എഴുതി വച്ചിരിക്കുന്നത്, ഏത് രാജ്യത്തോട്ടാണ് പോകുന്നത് എന്ന് ഞാൻ ചോദിക്കാറുണ്ട്. പക്ഷെ രാജുവിൻ്റെ അടുത്ത് ഒരിക്കലും ചോദിച്ചിട്ടില്ല. ഇടയ്ക്ക് പറയും, എന്നെ നോക്കിക്കോളണം കേട്ടോ എന്ന്. അങ്ങനെ മാത്രമേ പറയാറുള്ളൂ. അപ്പോൾ സുപ്രിയയെക്കുറിച്ച് ഒരു വാക്ക് പറയാനുണ്ട്. ആൻ്റണി, 2 വർഷമായിട്ട് എനിക്ക് രാജുവിനെ കാണാൻ കിട്ടുന്നില്ല, എല്ലാ സമയത്തും നിങ്ങളുടെ സിനിമ എന്ന് പറഞ്ഞാണ് പോകുന്നത് കേട്ടോ എന്ന് പറയും. അപ്പം ഞാൻ പറയും,
ഇത് ഞങ്ങൾ ഒന്നിച്ച് എവിടെയോ എത്തും, ആ കൂട്ടത്തിൽ ഞങ്ങളുടെ കൂടെ കട്ടയ്ക്ക് പിടിച്ചങ്ങ് പോരെന്ന് പറയും. അങ്ങനെ എല്ലാവരും ഭയങ്കര സപ്പോർട്ട് ചെയ്ത് വേറൊരു സ്വപ്നം കണ്ട് മലയാള സിനിമ എന്നുള്ളതിൽ നിന്ന് മാറി ഇന്ത്യൻ സിനിമയുടെ, എൻ്റെ ലാംഗ്വേജൊക്കെ ശരിയാണെന്ന് അറിയില്ല, ഒരു നെറുകയിൽ എത്താൻ പാകത്തിനുള്ള ഒരു സിനിമ നിർമ്മിക്കണം എന്ന ആഗ്രഹമുണ്ട്. ആ ആഗ്രഹമാണ് എമ്പുരാൻ. അത് സംഭവിക്കും. രാജു അത് നിങ്ങൾക്ക് കഴിയും.